ഇടുക്കി തൊമ്മൻകുത്തിലെ വനഭൂമിയിൽ സ്ഥാപിച്ച കുരിശ് വനം വകുപ്പ് പൊളിച്ചു നീക്കി. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി സ്ഥാപിച്ച കുരിശാണ് പൊളിച്ചു നീക്കിയത്. വെള്ളിയാഴ്ചയാണ് തൊടുപുഴ തൊമ്മൻകുത്തിൽ കുരിശ് സ്ഥാപിച്ചത്. ഇത് റിസർവ് വനമാണെന്ന് കാളിയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അറിയിച്ചു. ജോയിന്റ് വെരിഫിക്കേഷൻ നടന്ന സ്ഥലമാണ്. കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കും. സെന്റ് തോമസ് പള്ളി വികാരി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കുമെന്നും റേഞ്ച് ഓഫീസർ പറഞ്ഞു. ഇത് വീട് പണിയാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. അത് പാറയും പാറക്കൂട്ടങ്ങളും നിറഞ്ഞതാണ്. അവിടെ ധാരാളം കാട്ടുമരങ്ങൾ നിൽപ്പുണ്ട്. അതുകൂടാതെ റിസർവ് സ്റ്റാറ്റസ് ആണ്. ആ റിസർവ് സ്റ്റാറ്റസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് KSTPക്ക് റോഡ് പണിക്ക് വേണ്ടി ഇത് കൈമാറിയപ്പോൾ 1980 കൺസർവേഷൻ ആക്ട് പ്രകാരം തന്നെ ആണ് അവർക്ക് കൈമാറിയിട്ടുള്ളത്. അതിനോട് ചേർന്നുള്ള സ്ഥലം തന്നെയാണിത്. അതേസമയം കൈവശഭൂമിയിലാണ് കുരിശ് സ്ഥാപിച്ചതെന്നാണ് സെന്റ് തോമസ് പള്ളി അധികൃതരും വിശ്വാസികളും പറയുന്നത്. വിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് വനംവകുപ്പ് നടത്തുന്നതെന്നും പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. ഫോറസ്റ്റ് എന്തുകൊണ്ട് തടസ്സമാകുന്നു ഉന്നയിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഫോറസ്റ്റിന്റെ സ്ഥലമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവിടെ ഒരു സെന്റ് ഭൂമി പോലും ഫോറസ്റ്റിന് അവിടെ ഇല്ല. ഞങ്ങളുടെ അറിവിൽ എല്ലാവരുടെയും കൈവശം ഇരിക്കുന്ന ഭൂമികളാണ്. അതിനിടയ്ക്ക് പട്ടയമുള്ള സ്ഥലമുണ്ട്. എല്ലാവർക്കും പഞ്ചായത്തിന്റെ നമ്പറുള്ള സ്ഥലമാണ്. അമൃത ന്യൂസ്, ഇടുക്കി.